വിക്ടർ മൈക്കിൾ. അവനാ ജോർജറ്റിനെ കൊന്നത്. കേസ് ഇപ്പോൾ ഹാൻഡിൽ ചെയ്യുന്ന ക്രൈംബ്രാഞ്ച് DYSPക്ക് ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നീ തിന്നെടുത്തല്ലേ തീർന്ന് തീറ്റ തന്നെടുത്ത് കൂറ് വേണമെന്നായി. അവനെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ മതി. അന്ത്യകൂദാശ ചെയ്യേണ്ടത് മിഖായലല്ല, അസ്രയേലാണ്. നിങ്ങളെ ഭയപ്പെടുത്തിയിരുന്ന ജോർജ് പീറ്റർ കൊല്ലപ്പെട്ടു. ഡോക്ടർമാർ ഉപയോഗിക്കുന്ന തരം സർജിക്കൽ ബ്ലേഡും കൊലപാതകത്തിന് ഉപയോഗിച്ചിട്ടുണ്ട്. മൈക്കിളാണ് ഇത് ചെയ്തിരിക്കുന്നതാണോ? മൈക്കിൾ നിങ്ങളുടെ കൂടെ അല്ലേ ഇപ്പോൾ? യെസ്. മൈക്കിളിന്റെ ഫാദർ ജോൺ മാർഷ്യൽ ആർട്സ് ട്രെയിനർ ആയിരുന്നല്ലേ? അതെ. നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? മൈക്കിളും മാർഷ്യൽ ആർട്സ് പഠിച്ചിട്ടുണ്ടോ? ഉവ്വ, ചെറുപ്പത്തിൽ. എനിക്ക് മൈക്കിളിനോട് സംസാരിക്കണം. നിന്റെ പുന്നേര പെങ്ങള് ജെനിയാ വിളിക്കുന്നത്. ഞാൻ അറ്റൻഡ് ചെയ്യാം. ഞാൻ അറ്റൻഡ് ചെയ്തോളാം. ജെനി, ഇവിടെ പോലീസ് വന്നിട്ടുണ്ട്. മൈക്ക്, why did you do this? കർത്താവും ചൂരിലെടുത്തിട്ടില്ലേ? Mike, what are you doing? Don't worry. I know what I'm doing. Are you busy? Yes, dear. I am. Your brother will be back. Bye, dear. ഗുഡ് മോർണിംഗ് സർ. എന്നെ കസ്റ്റഡിയിലെടുക്കാനുള്ള വരവാണ്. ഞാനിപ്പോൾ നീതിയുടെ പക്ഷത്താണ് സർ. ഇപ്പോഴാ നീതിയും നിയമവും രണ്ടാണെന്ന് മനസ്സിലായത്. സർ, ജോർജിനെ ഇല്ലാതാക്കേണ്ടത് നമ്മുടെ മൈക്കിളിൻ്റെ ആവശ്യമായിരുന്നു. പക്ഷേ പാട്രിക്കിനോട് ഒരു വ്യക്തി വൈരാഗ്യവുമില്ലാത്ത മൈക്കിൾ എന്തിന് പാട്രിക്കിനെ കൊന്നു? സ്വസ്ഥമായി ജീവിക്കാൻ പാട്രിക്കിനെയും ഇല്ലാതാക്കണമെന്ന് ഞാൻ പറഞ്ഞു. ബിക്കോസ് ഹീസ് പ്ലേയിങ് എ ഡബിൾ ഗെയിം. രണ്ട് ഗ്യാങ്ങിനും ബുദ്ധി ഉപദേശിക്കുന്ന ശകുനി അവനായിരുന്നു.
പക്ഷേ അവിടെ എനിക്ക് തെറ്റി. ഷുഗർ ആ നശിപ്പിച്ചു കളഞ്ഞാലും വളർന്നു വരുന്ന ക്യാൻസർ കോശങ്ങൾ പോലെ ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. Only a specialist doctor can burn the cancer cells in a better way. And he's ജോർജ് പീറ്ററുടെ മരണത്തിന് ഉത്തരവാദിയെ കണ്ടെത്തി വധിക്കുക. ദാറ്റ്സ് മൈ ഗോൾ. പണി ഏൽപ്പിച്ചത് പാട്രിക്. പണിക്കൂലി തരുന്ന ആളിപ്പോൾ ഇല്ല. നീ കൊന്നു കളഞ്ഞു. തിന്ന ചോറിന് കൂറുള്ളതുകൊണ്ട് ഞാനിപ്പോൾ എൻ്റെ പണി ചെയ്യുക. നിന്റെ സിസ്റ്റർ ക്യൂട്ട് ജെന്നിഫറെ ഇല്ലാതാക്കാൻ പോകും. പേടിക്കണ്ട, ഞാൻ വേദനയില്ലാതെ പെട്ടെന്ന് തീർത്തോളാം. എന്നാലേ നിനക്ക് വേദനിക്കൂ. ആ വേദനയാണ് ഇപ്പം എൻ്റെ കൂലി. നിനക്കറിയണോ എങ്ങനെയാ വേദനയില്ലാതെ പെട്ടെന്ന് തീർക്കണതെന്ന്? ബ്ലേഡ് ഇപ്പോൾ മേജർ ആർട്ടറിയിൽ കുത്തിയിറക്കിയിരിക്കുകയാണ്. 3 മിനിറ്റിനുള്ളിൽ ഇന്റേണൽ ബ്ലീഡിംഗ് കാരണം ഹൃദയമിടിപ്പ് നിൽക്കും. കണ്ണുകൾ തുറന്നു തന്നെ ഇരിക്കും. സിരകളിലേക്കുള്ള രക്തയോട്ടം നിൽക്കുന്നത് വരെ നീ എല്ലാം അറിയും. പതിയെ മരണത്തിലേക്ക്. വലിയ വേദനയില്ലാതെ തീർക്കുന്നു. ഇങ്ങനെയാണ്. അല്ല, എന്താ പരിപാടി? എന്ന് പോലെ ഈ ഓപ്പി തുടങ്ങിയത്? നാറി, നീ എന്റെ സ്വഭാവം അറിയും. കുറെ നാളായി നീ എന്റെ ക്ഷമ പരീക്ഷിക്കുന്നു. സാർ, ഇത് പ്രത്യേക അറ്റൻഡ് ചെയ്യേണ്ട ഒരു കേസായോണ്ടാ. വാ കൊണ്ട് കുറെ പറഞ്ഞു, ഇനി കൈ കൊണ്ട് ജയിപ്പിക്കരുത്. അത് നീ താങ്ങില്ല. ഇത് നിനക്കുള്ള ലാസ്റ്റ് വാണിംഗാ. സാർ, ഇപ്പോൾ ഫൈൻഡിങ്സ് എന്താവും? പരസ്പരം തല്ലി തീർക്കുന്ന അധോലോകം അല്ലേ? അങ്ങനെ ആക്കണം. ഞാൻ അറിഞ്ഞിടത്തോളം ജോർജ് പീറ്ററിനേക്കാൾ അപകടകാരിയാണ് അനുജൻ മാർക്കോ. കൊന്നുതള്ളാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ മാർക്കോ അത് ചെയ്തു കഴിയേണ്ട നേരമായി. മുറിവേൽപ്പിച്ച് കുത്തിയിളക്കി കൂടുതൽ വേദനിപ്പിക്കുക, അതാ ലക്ഷ്യം. എന്താ സാർ? ഹി ലുക്സ് ടു മിസ്റ്റീരിയസ്. പെട്ടെന്ന് ക്യാഷ്വലിലേക്ക്. സാർ, ഒരു ഡൗട്ട് കൂടിയുണ്ട്. തൻ്റെ ഡൗട്ട്സ് തീർന്നില്ലേ? സാർ ഇത്രമാത്രം സഹായിക്കാൻ ഈ ഡോക്ടർ മൈക്കിൾ ആരാണ്? എന്താണ് സാറുമായിട്ടുള്ള ബന്ധം? ആ അന്വേഷണത്തിൽ താൻ എത്രമാത്രം പുരോഗമിച്ചിട്ടുണ്ട്? ഡോക്ടർ മൈക്കിൾ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന കാലയളവിലായിരുന്നു സാറ് മെഡിക്കൽ കോളേജ് CA ആയിരുന്നു. കൂടുതലൊന്നും അറിയില്ല. യെസ്, ഐ നോ ഹിം. ലോക്കൽ പോലീസിന്റെ റിപ്പോർട്ട് കിട്ടി ഞാൻ പുറപ്പെട്ടത് ഒരു മുൻധാരണയുമില്ലാതെ. എല്ലാവരുടെയും മുമ്പിൽ, പ്രത്യേകിച്ച് തൻ്റെ പെങ്ങളുടെ മുമ്പിൽ, ഒരു പാവമായ മൈക്കിൾ. പക്ഷേ ഈസ് ദിസ് മൈക്ക്? ഞാൻ അവിടെ കണ്ടത് എനിക്കറിയാവുന്ന മിടുക്കനായ മെഡിക്കൽ സ്റ്റുഡൻറ് മൈക്കിളിനെയാണ്.